NCERT ക്ലാസ് 6 ചാപ്റ്റർ 1 വഹ ചിടിയ ജോ. അതൊരു പോയമാണ്. ഇത് എഴുതിയിരിക്കുന്നത് കേദാർനാഥ് അഗർവാൾ. നമുക്ക് പോയമിലേക്ക് കടക്കാം. വഹ ചിടിയ जो चोंच मारकर दूध भरे झुंडी के दाने रुचि से रस से खा लेती है, वह छोटी संतोषी चिड़िया नीले पंखों वाली मैं हूँ, मुझे अन्न से बहुत प्यार है. वह चिड़िया जो ആ ഒരു കിളിയെ പറ്റിയിട്ടാണ് പറയണത്. അതായത് ഫസ്റ്റ് പേജിൽ ആ ബ്ലൂ കളർ കിളിയെക്കുറിച്ചാണ് പറയണത്. വഹ ചിടിയ ജോ, ആ കിളി, ചിടിയ പറഞ്ഞ ബേർഡ്, ചോഞ്ച് മാർക്കർ ചോഞ്ച് പറഞ്ഞ ബീക്ക്, എന്താ ചുണ്ട്, ബീക്ക്, ആ ചുണ്ട് കൊണ്ട് ദൂത് ഭരെ ജുണ്ടി കെ ദാനെ പറഞ്ഞാൽ നമ്മളുടെ റൈസ്, വീറ്റ് അങ്ങനെയൊക്കെ ഉണ്ടല്ലോ, അരി, ധാന്യങ്ങൾ. അപ്പോൾ അതുപോലത്തെ ഒരു ധാന്യമാണ്. അപ്പോൾ അവിടെ ജുണ്ടി പറഞ്ഞു കഴിഞ്ഞാൽ വൺ ടൈപ്പ് ഓഫ് ഗ്രാസ് ആണ് കേട്ടോ. അത് അതിൻ്റെ ധാന്യം കഴിക്കും. ആ ചുണ്ടുകൊണ്ട് കൊത്തി ധാന്യം കഴിക്കും. രുചി പറഞ്ഞാൽ ഇൻട്രസ്റ്റോടെ. രസ് സേ ഖാ ലേത്തി ഹെ, അത് കഴിക്കുമ്പോൾ ഉള്ള ജ്യൂസൊക്കെ കിട്ടണ പോലെ കഴിക്കും. വേ ചോട്ടി സന്തോഷി ചിടിയ സന്തോഷത്തോടെ നടക്കുന്ന കിളി. നീലെ പങ്കോ വാലി, ബ്ലൂ കളറുടെ വിങ്സ്, പങ്ക് പറഞ്ഞാൽ വിങ്സ്, ഞാനാണ്. മുझे അन्न സേ ബഹോത് പ്യാർ ഹേ, എനിക്ക് അരിമണി അല്ലെങ്കിൽ ധാന്യങ്ങളെ ഭയങ്കര ഇഷ്ടമാണ്. സെക്കൻഡ് പാരഗ്രാഫ്. വേ ചിടിയ ജോ കണ്ഠ് ഖോൽക്കർ ബൂढ़े वन बाबा की खातिर रस उंडेलकर गा लेती है, वह छोटी मुँह बोली चिड़िया नीले पंखों वाली मैं हूँ, मुझे विजन से बहुत प्यार है. वह चिड़िया जो, ഏതാ കിളി, കണ്ഠ് ഖോൽക്കർ, കണ്ഠ് പറഞ്ഞാൽ ത്രോട്ട് അല്ലെങ്കിൽ നെക്ക് അല്ലെങ്കിൽ കഴുത്ത് എന്നൊക്കെ പറയാം. ത്രോട്ട്, കണ്ഠ് ഖോൽക്കർ പറഞ്ഞാൽ ത്രോട്ട്, ഗല ഖോൽക്കർ അല്ലെങ്കിൽ പാട്ട് പാടുന്ന ഒരു അതാണ് പറയാൻ പോണത്. ബൂഡേ വൻ ബാബാക്കി ഖാത്തിർ, ഇവിടെ ബൂഡേ വൻ പറയണത് ഓൾഡ് ഫോറസ്റ്റ് ആണ്, അതായത് പഴക്കമേറിയ കാട് എന്നൊക്കെ പറയാം. അതിനു വേണ്ടിയിട്ട് രസ് ഉണ്ടേൽക്കർ ഗാ ലേത്തി ഹെ, രസ് ഉണ്ടേൽന പറഞ്ഞു കഴിഞ്ഞാൽ വിത്ത് സ്വീറ്റ് വോയിസ്, അതായത് തൊണ്ട കീറി നമ്മൾ പറയുമല്ലോ പാട്ടൊക്കെ പാടാൻ വേണ്ടിയിട്ട് നല്ല മധുരമായ ശബ്ദത്തിൽ പാട്ട് പാടും. ആർക്ക് വേണ്ടി? പഴയ കാട്ടിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഓൾഡ് ഫോറസ്റ്റ്, പഴക്കമേറിയ കാടുകൾക്ക് വേണ്ടിയിട്ട് ഈ നീലക്കിളി നല്ല മധുരമായ സ്വരത്തിൽ പാട്ട് പാടും. വേ ഛോട്ടി മൂ ബോലി ചിടിയ, ചെറിയ വായുള്ള ആ കിളി ഏതാണ്? നീലെ പങ്കോവാലി മേഹോ, നീല കളറിലെ ചിറകുകളുള്ള കിളി ഞാനാണ്. മുझे വിജൻ സേ ബഹുത് പ്യാർ ഹേ, വിജൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഏകാന്തം അല്ലെങ്കിൽ സോളിറ്റ്യൂഡ്, ആൾ താമസമില്ലാത്ത സ്ഥലം, അങ്ങനെയാണ്. ആ സ്ഥലം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അടുത്തത്. വേ ചിടിയ ജോ ചോഞ്ച് മാർക്കർ ചടി നദി കാ ദിൽ ठटोलकर जल का मोती ले जाती है, वह छोटी गर्बीली चिड़िया नीले पंखों वाली मैं हूँ, मुझे नदी से बहुत प्यार है. वह चिड़िया जो, ആ കിളി ആരാണ്? ചോഞ്ച് മാർക്കർ ചടി നദി കാ ദിൽ ടട്ടോൽക്കർ, ചടി നദി ഇവിടെ പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾഡ് റിവർ അല്ലെങ്കിൽ ഫുൾ റിവർ, അതായത് നല്ല ഒഴുക്കമുള്ള റിവറാണ് ഇവിടെ പറയണത്. ദിൽ ടിട്ടോൾക്കർ ഇവിടെ പറയണത് ഇൻ ബിറ്റ്വീൻ, അതായത് ചടി നദി കാ ദിൽ ടിട്ടോൾക്കർ പറഞ്ഞാൽ നല്ല ഒഴുക്കമുള്ള നല്ല ആഴത്തിലുള്ള വെള്ളത്തിൻ്റെ ഇടയിൽ കൂടി ആ കിളി സ്വന്തം ചുണ്ടുകൊണ്ട് വെള്ളം എടുത്ത് ജൽ കാ മോത്തി ലേ ജാത്തി ഹെ, ജൽ കാ മോത്തി പറയുമ്പോൾ വാട്ടർ ഡ്രോപ്സ്, അതിൽ നിന്നാണ് കിളി സ്വന്തം വായിൽ വെള്ളമൊക്കെ എടുത്തിട്ട് പറന്നു പോകുക. വേ ഛോട്ടി ഗർഭീലി ചിടിയ, ഇവിടെ ഗർഭീലി പറഞ്ഞാൽ പ്രൗഡ്, അതായത് ഗർവ് പറഞ്ഞാൽ പ്രൗഡ് തന്നെ, അതായത് പ്രൗഡായിട്ടുള്ള ഗർവത്തോടുള്ള കിളി, ഞാൻ ഇത്രയൊക്കെ ചെയ്യുന്നു, ഞാൻ ഇത്രയൊക്കെ പരിശ്രമിക്കുന്നു എന്നുള്ള ഗർവത്തോടുള്ള ഭാവത്തോടുള്ള കിളി ആരാണ്? ആ നീല കളറുള്ള ചിറകുകളുള്ള കിളി. എനിക്ക് നദി അല്ലെങ്കിൽ എനിക്ക് റിവറിനോടുള്ള ഭയങ്കര ഇഷ്ടം ആണ്. ഇനി നമുക്ക് പ്രശ്നാഭ്യാസ് ചെയ്യാം. ഫസ്റ്റ് വൺ കവിത സേ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ. कविता पढ़कर तुम्हारे मन में चिड़िया का जो चित्र उभरता है उस चित्र को कागज़ पर बनाओ. അതായത് കവിത വായിച്ചിട്ട്
പോയം വായിച്ചിട്ട് നിങ്ങൾക്ക് ആ കിളിയെക്കുറിച്ച് എന്ത് ചിത്രമാണ് വരയ്ക്കാൻ പറ്റുന്നത് അത് വരയ്ക്കാനാണ് ഇവിടെ പറയണത്. सेकेंड, तुम्हें कविता का कोई और शीर्षक देना हो तो क्या शीर्षक देना चाहोगे? उपयुक्त शीर्षक सोचकर लिखो. ഈ ടൈറ്റിൽ അല്ലാണ്ട് വഹ ചിടിയ ജോ അല്ലേ ഈ പോയമിൻ്റെ ടൈറ്റിൽ, അതല്ലാണ്ട് വേറെ ഏതെങ്കിലും എഴുതണമെന്നുണ്ടെങ്കിൽ അത് എഴുതാം. അതായത് നൻഹി ചിടിയ, സുന്ദർ ചിടിയ, പരിശ്രമി ചിടിയ. थर्ड वन, इस कविता के आधार पर बताओ कि चिड़िया को किन किन चीज़ों से प्यार है. നമ്മൾ പോയം വായിച്ച സ്ഥിതിക്ക് അതിൻ്റെ അനുസരിച്ച് പറയൂ കിളിക്ക് എന്തൊക്കെയാണ് ഇഷ്ടം. इस कविता के आधार पर यह पता चलता है कि चिड़िया को दूध भरे अनाज के दानों नदी तथा जंगल से प्यार है. चिड़िया को गीत गाना पसंद है. നമ്മൾ പറഞ്ഞ പോലെ ധാന്യം ഇഷ്ടമാണ്, റിവർ ഇഷ്ടമാണ്, കാട് ഇഷ്ടമാണ്, പിന്നെന്താണ് ചിടിയാക്കോ ഗീത് ഗാന പാട്ട് പാടാൻ ഇഷ്ടമാണ്. ഫോർത്ത് വൺ, ആശയ സ്പഷ്ട കറോ. അതായത് ഒരു ലൈൻ തന്നിട്ടുണ്ട്, അതിന് എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. ഫസ്റ്റ് വൺ, റസ് ഉണ്ടേൽക്കർ ഗാ ലേത്തി ഹെ. ആ ലൈൻ കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്. चिड़िया जंगल में जब अकेली होती है तब बिना किसी डर से खुशी से गाना गाती है. वह मधुर स्वर में गाती है. കിളി എപ്പോഴാണോ കാട്ടിൽ ഒറ്റയ്ക്ക് ഉള്ളത് ആ സമയത്ത് അവൾ പേടിയൊന്നുമില്ലാണ്ട് നല്ല സന്തോഷത്തോടെ പാട്ട് പാടുന്നു. അതും എങ്ങനെ, നല്ല മധുരമായ സ്വരത്തിൽ പാട്ട് പാടുന്നു. രണ്ടാമത്തെ, ചടാ നദി കാ ദിൽ ടട്ടോൽ കർ ജൽ കാ മോത്തി ലേ ജാത്തി ഹെ. അതിൻ്റെ എക്സ്പ്ലനേഷൻ, छोटी चिड़िया भरी हुई नदी से बिल्कुल नहीं घबराती है. वह इसी नदी के बीच अपनी चोंच में पानी की बूंद लेकर उड़ जाती है. उस पानी से अपनी प्यास बुझाती है. इसलिए पानी मोती की तरह अमूल्य है. ചെറിയ കിളി, ആ ചെറിയ കിളി നല്ല ഒഴുക്കമുള്ള ആഴത്തിലുള്ള വെള്ളത്തിൽ നിന്ന് ഒട്ടും പേടിക്കുന്നില്ല. ആ വെള്ളത്തിൽ നിന്നാണ് അവൾ തൻ്റെ ചുണ്ടുകൊണ്ട് വെള്ളം കോരിയിട്ട് എടുത്ത് പോണത്. ആ ഒഴുക്കമുള്ള വെള്ളത്തിൽ നിന്ന് എടുത്തിട്ടാണ് അവൾ തൻ്റെ ദാഹം തീർക്കുന്നത്, വെള്ളം കുടിച്ച് തീർക്കുന്നത്. അതായത് അവർ ആ വെള്ളത്തിന് അത്രയും പ്രഷ്യസ് ആയിട്ട്, അതായത് നമ്മൾ മുത്തുകൾ പോലെ പ്രഷ്യസ് ആയിട്ടാണ് അവർ കൊണ്ടു നടക്കുന്നത്. നെക്സ്റ്റ് സെക്ഷൻ അനുമാൻ ഓർ കൽപ്പനയാണ്. ഇത് ജസ്റ്റ് ഒരു അനുമാനിക്കുക അല്ലെങ്കിൽ ജസ്റ്റ് പ്രഡിക്ഷൻസ് മാത്രമേ ഉള്ളൂ, നോട്ട് സോ ഇമ്പോർട്ടൻറ്റ്. അടുത്ത ഭാഗമാണ് എക്സസൈസ് ഭാഷാ കി ബാത്. पंखों वाली चिड़िया, ऊपर वाली दराज, नीले पंखों वाली चिड़िया, सबसे ऊपर वाली दराज. अदायद यहाँ रेखांकित शब्द विशेषण का काम कर रहे हैं. विशेषण പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്ക്രൈബിംഗ് വേർഡ്. पंखों वाली चिड़िया, ആ കിളിയെ എങ്ങനെയാണ് വിശേഷിപ്പിക്കുന്നത്, पंखों वाली. यह शब्द चिड़िया और दराज संज्ञाओं की विशेषता बता रहे हैं. സംഖ്യ പറഞ്ഞു കഴിഞ്ഞാൽ നെയിം, പ്ലേസ്, തിങ് ആൻഡ് ആനിമൽ, അല്ലെങ്കിൽ സിമ്പിൾ വേർഡ്സിൽ ഏതെങ്കിലും ആൾക്കാരുടെ പേരോ സ്ഥലത്തിൻ്റെ പേരോ അല്ലെങ്കിൽ സാധനത്തിൻ്റെ പേരോ അതിനെയൊക്കെ വിശേഷിപ്പിക്കുന്നതാണ് ഈ വിശേഷൺ, ഡിസ്ക്രൈബിംഗ് വേർഡ്. अतः रेखांकित शब्द विशेषण है और चिड़िया दराज विशेष्य है. फॉर एग्जाम्पल यहाँ वाला वाली जोड़कर बनने वाला कुछ और विशेषण दिए गए हैं. ऊपर दिए गए उदाहरणों की तरह इनके आगे एक एक विशेषण और जोड़ो. അതായത് पंखों वाली चिड़िया, नीले पंखों वाली चिड़िया. नीले पंखों वाली പറയുമ്പോൾ എക്സ്ട്രാ ഒരു ഡിസ്ക്രൈബിംഗ് കൂടിയാണ് തന്നിരിക്കുന്നത്. ഡിസ്ക്രൈബിംഗ് വേർഡാണ് വിശേഷൺ. എന്തിനെയാണ് ഡിസ്ക്രൈബ് ചെയ്യണത് അതാണ് വിശേഷ്യ. फर्स्ट वन, मोरो वाला भाग, सुनहरे मोरो वाला भाग, गोल्डन और शाइनिंग मोरो वाला भाग. ओके, हरे भरे पेड़ों वाला भाग, हरे भरे पेड़ों वाला घर, പച്ച പരവതാനി പോലത്തെ പേടോ വാല അല്ലെങ്കിൽ പച്ച കളറുള്ള മരങ്ങളുള്ള വീട്. പീലെ ഫൂലോ വാലി ക്യാരിയ, പീലെ ഫൂലോ അല്ലെങ്കിൽ നീലെ ഫൂലോ കളേഴ്സേ പറഞ്ഞിട്ടുള്ളൂ. എങ്ങനത്തെ ഫ്ലവേഴ്സ് ഉള്ള ക്യാരി പറഞ്ഞ റോ, അതായത് ഗാർഡൻസിലൊക്കെ നമ്മൾ ഒരേ റോയിലൊക്കെ ഉണ്ടാവില്ലേ അതാണ്. നെക്സ്റ്റ് അക്ബർ റോഡ് സ്കൂൾ വാല രാസ്ത. അക്ബർ റോഡ് അല്ലെങ്കിൽ മഹാത്മാഗാന്ധി, നമ്മൾ വഴിയൊക്കെ പറഞ്ഞു തരുമ്പോൾ നമ്മൾ പറയില്ലേ ഓരോ റോഡിന് ഓരോ പേരുകളൊക്കെ ഉണ്ടാവില്ലേ, അതാണ് ഇവിടെയും പറയണത് കേട്ടോ. ഈ വഴി പോയി കഴിഞ്ഞാൽ സ്കൂളെത്തും എന്നൊക്കെ പറയുമല്ലോ. അധിക് ഹസ്നെ വാല ബച്ച, നല്ലോണം ചിരിക്കുന്ന കുട്ടി.
ഘനി ഛോട്ടെ മൂച്ചോ വാല ആദ്മി. ഒന്നെങ്കിൽ ഘനി എഴുതാം, അതായത് നല്ല കട്ടിയുള്ള മീശയുള്ള ആൾ, അല്ലെങ്കിൽ ഛോട്ടെ മൂച്ചോ വാല ആൾ. ഓക്കെ. നെക്സ്റ്റ് ഈസ് വह चिड़िया झुंडी के दाने रुचि से खा लेती है, वह चिड़िया रस उंडेल कर गा लेती है. कविता की इन पंक्तियों में मोटे छापे वाले शब्दों को ध्यान से पढ़ो. അതായത് ഡാർക്ക് ബ്ലാക്ക് കളർ എഴുതിയ वर्ड्सനെയാണ് നോക്കേണ്ടത്. पहले वाक्य में रुचि से खाने की ढंग की और दूसरे वाक्य में रस उंडेल कर गाने की ढंग की विशेषता बता रहे हैं. अतः ये दोनों क्रिया विशेषण है. ക്രിയ പറഞ്ഞു കഴിഞ്ഞാൽ ആക്ഷൻ വേർഡ്സ് ആൻഡ് വിശേഷൻ പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്ക്രൈബിങ് വേർഡ്. അപ്പോൾ ക്രിയാവിശേഷൻ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആക്ഷനെ ഡിസ്ക്രൈബ് ചെയ്യുന്ന വേർഡാണ് ക്രിയാവിശേഷൻ. അതായത് ഫസ്റ്റ് ഈസ് രുചി സെ ഖാ ലേത്തി ഹെ. ഖാന പറഞ്ഞു കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കുക. എങ്ങനെയാണ്? ടേസ്റ്റിയോടെ, ഇൻട്രസ്റ്റോടെയാണ് കഴിക്കുന്നത്. നെക്സ്റ്റ് ഈസ് ഗാ ലേത്തി ഹെ, പാട്ട് പാടുന്നത് ഒരു ആക്ഷനാണ്. അതെങ്ങനെ? രസ് ഉണ്ടേൽക്കർ, അല്ലെങ്കിൽ നല്ല സ്വീറ്റ് വോയിസോടെയാണ് പാടുന്നത് എന്താണ് പറഞ്ഞത്. नीचे दिए गए वाक्यों में कार्य के ढंग या रीति से संबंधित क्रियाविशेषण छांटो. അതായത് കുറച്ച് എക്സാമ്പിൾസ് തന്നിട്ടുണ്ട്. അതിൽ എന്തൊക്കെയാണ് നമ്മളുടെ ക്രിയാവിശേഷൻ എന്നാണ് പറയുന്നത്. सोनाली जल्दी जल्दी मुँह में लड्डू ठूसने लगी. मुँह में लड्डू ठूसने പറഞ്ഞാൽ വായിൽ കുത്തിത്തിരിക്കുകയാണ് ലഡ്ഡു. എങ്ങനെയാണ്? ജൽദി ജൽദി. അപ്പോൾ ജൽദി ജൽദിയാണ് ഇവിടുത്തെ ആൻസർ. സെക്കൻഡ്, ഗേന്ദ് ലുടക്തി ഹുയി ഝാഡിയോ മേ ചലി ഗയി. ബോള് ബുഷസിൻ്റെ ഇടയിൽ പോയി. എങ്ങനെ? ലുടക്തി ഹുയി. അതായത് ലുടക്തി ഹുയി ആണ് ആൻസർ. ഭൂകമ്പ് കെ ബാദ് ജനജീവൻ ധീരെ ധീരെ സാമാന്യ ഹോനെ ലഗ. ഭൂകമ്പ് പറഞ്ഞാൽ എർത്ത് ക്വേക്ക് കഴിഞ്ഞിട്ട് ആൾക്കാരൊക്കെ പിന്നെയും നോർമൽ ആവാൻ തുടങ്ങി. എങ്ങനെ? ധീരെ ധീരെ. അതാണ് ഇവിടുത്തെ ക്രിയാവിശേഷൻ. കോയി സഫേദ് സി ചീസ് ധപ് സെ ആംഗൻ മേ ഗിരി. ഏതോ വെളുത്ത കളറിലെ സാധനം പെട്ടെന്ന് തന്നെ ആംഗൻ പറഞ്ഞു കഴിഞ്ഞാൽ മുറ്റത്ത് വീണു. എങ്ങനെ? പെട്ടെന്ന് തന്നെ, അതായത് ധപ്സെ. അപ്പോൾ ധപ്സെയാണ് ഇവിടെ. ടോമി ഫുർത്തി സെ ചോർ പർ ഝപ്റ്റ. ടോമി പെട്ടെന്ന് തന്നെ സഡൻലി കള്ളനെ പിടിച്ചു. എങ്ങനെ പിടിച്ചു? ഫുർത്തി സെ. അപ്പോൾ അതാണ് ക്രിയാവിശേഷൻ. തേജിന്ദർ സെഹംകർ കോനേമേ ബാറ്റ് ഗയ. തേജിന്ദർ ഭയത്തോടെ അല്ലെങ്കിൽ ഭയത്തോടെ തന്നെ ഇവിടെ വരുന്നത്. അങ്ങനെ ഒരു കോർണറിൽ ഇരുന്നു. എങ്ങനെ ഇരുന്നു? സെഹംകർ. അപ്പോൾ സെഹംകർ. ആജ് അച്ചാനക് ठंड बढ़ गई है. ഇന്ന് പെട്ടെന്ന് തന്നെ തണുപ്പ് കൂടി. എങ്ങനെയാണ് തണുപ്പ് കൂടിയത്? അച്ചാനക്. അപ്പോൾ അച്ചാനക്കാണ് ഇവിടുത്തെ ആൻസർ. If you want more videos, please subscribe. Please write which lesson, chapter name and class in comment box. Thank you so much.